തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ഏറ്റവും ഉത്തമമായ ആരോഗ്യ ജീവിതമായിരുന്നു. ആരോഗ്യത്തിന് അവിടുന്ന് നൽകിയ സന്ദേശം വളരെ വിലപ്പെട്ടതാണ്. ആരോഗ്യം നിലനിൽക്കുന്നത് ഭക്ഷണം, പാനീയം, വിശ്രമം, വ്യായാമം, പരിസ്ഥിതി തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചാണ്. മറ്റൊന്ന് മാനസിക ആരോഗ്യവും ആണ്. ഇതിനെല്ലാം റസൂലുള്ളാഹി തങ്ങൾ വളരെ ഉത്തമമായ മാതൃകയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഉറക്കം, ഉറങ്ങാതിരിക്കുമ്പോൾ ശക്തിയുണ്ടാകാൻ, ഉന്മേഷമുണ്ടാകാൻ, ബുദ്ധി പ്രവർത്തിക്കാൻ ഉറക്കം ആവശ്യമാണ്. നബി തങ്ങളുടെ ഉറക്കത്തിൻ്റെ രീതി, ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഉറങ്ങി അർദ്ധരാത്രിക്ക് ശേഷം എഴുന്നേൽക്കും. പിന്നെ ഉറങ്ങുകയില്ല. ഇബാദത്തിൽ, ധ്യാനത്തിലുമായി കഴിഞ്ഞുകൂടും. സമൂഹത്തിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും. പ്രഭാതത്തോടടുത്ത സമയം അല്പം കിടന്ന് വിശ്രമിക്കും. ഉറങ്ങുകയില്ല. എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോകും. അത് ആരോഗ്യത്തിനും ബുദ്ധിക്കും ഹാനികരമാണ്. ഭക്ഷണം കഴിക്കുന്നത് ലളിതമായ രീതിയിൽ. ഹെവി ഫുഡുകൾ വളരെ കുറവാണ്. മാംസ്യാഹാരങ്ങളും ധാന്യങ്ങളും പച്ചക്കറികളും പഴങ്ങളും എല്ലാം നബി തങ്ങൾ കഴിച്ചിരുന്നു. പക്ഷേ വേവിച്ച ഭക്ഷണം ഒരു നേരം കഴിച്ചാൽ അടുത്ത നേരം അത് കഴിക്കുകയില്ല. റോ ഫുഡാണ് തങ്ങൾ കൂടുതൽ കഴിച്ചിരുന്നത്. ഈത്തപ്പഴവും വെള്ളവും. ഈത്തപ്പഴം കുടിച്ചാൽ ഉടനെ വെള്ളം കുടിക്കും. കാരണം അത് ഡെസേർട്ട് ഫ്രൂട്ടാണ്. അപ്പോൾ അത് ഡീഹൈഡ്രേഷൻ നടത്തും. അതിനുവേണ്ടി ഉടനെ വെള്ളം കുടിക്കും. ലളിതമായ ഭക്ഷണം കഴിച്ചാൽ വെള്ളം പെട്ടെന്ന് കുടിക്കുകയില്ല. അതിൻ്റെ ആവശ്യം ഇല്ല. പഴങ്ങൾ ആദ്യം കഴിക്കുക, പിന്നെ ഭക്ഷണം കഴിക്കുക, ആ രീതിയാണ് നബി തങ്ങളുടേതെന്ന് ചില സൂക്തങ്ങളിലൂടെ, ഗവേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തങ്ങളുടെ ഭക്ഷണ രീതി വയറിൻ്റെ 1/3 ഭാഗമേ നിറയ്ക്കാവൂ എന്നുള്ളതാണ്. 1/3 ഭാഗം ഭക്ഷണത്തിനും 1/3 ഭാഗം വെള്ളത്തിനും 1/3 ഭാഗം വായുവിനും വേണ്ടി മാറ്റിവെക്കണം എന്നാണ്. അമിതാഹാരം ബുദ്ധിക്കും ശരീരത്തിനും ദോഷം ചെയ്യും എന്ന് പഠിപ്പിച്ചു. ഹലാൽ മാത്രമേ ഭക്ഷിക്കാവൂ. ശുദ്ധമായത് മാത്രമേ ഭക്ഷിക്കാവൂ. ആത്മീയമായും ഭൗതികമായും വിശുദ്ധി വേണം. കട്ടെടുത്തതും അപഹരിച്ചതും അങ്ങനെ സമ്പാദിച്ചതൊന്നും കഴിക്കരുത്. നല്ലതായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം, സുഗന്ധമുള്ളതായിരിക്കണം. ഉള്ളി പോലുള്ള വസ്തുക്കൾ ആരോഗ്യപരമാണ് എങ്കിലും പൊതുസമൂഹത്തിലേക്ക് പോകുന്ന സമയത്ത് അത് കഴിക്കരുത് എന്ന് തങ്ങൾ പഠിപ്പിച്ചു. അത് കഴിച്ചാൽ വായ മിസ്വാക്ക് ചെയ്ത് വൃത്തിയാക്കി ദുർഗന്ധമകറ്റിയതിനു ശേഷം മാത്രമേ ജനങ്ങളിലേക്ക് പോകാൻ പാടുള്ളൂ. മസ്ജിദിൽ പോലും അത്തരം ആളുകൾ വരികയാണെങ്കിൽ അവരെ തടഞ്ഞു വയ്ക്കണം എന്ന അധികാരം കമ്മിറ്റിക്കാർക്ക് നബി തങ്ങൾ കൊടുത്തു. നല്ല വായു ജീവിതത്തിന് ഏറ്റവും ആവശ്യമാണ്. അതുകൊണ്ട് ഗ്രീനറിയെ നബി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചു. പരിസ്ഥിതി മലിനീകരണത്തെ പൂർണ്ണമായും നിരോധിച്ചു. വേസ്റ്റുകൾ, സെഗ്രിഗേറ്റഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം നബി തങ്ങൾ പഠിപ്പിച്ചു. മലവും മൂത്രവും അത് മറ്റു വേസ്റ്റ് വാട്ടറുമായി കൂട്ടിക്കലർത്താൻ പാടില്ല. അത് വേറെ തന്നെ സംസ്കരിക്കണം. സാധാരണ ശുചീകരണങ്ങൾക്ക് ഉപയോഗിക്കുന്ന അമിതമാലിന്യമില്ലാത്ത വെള്ളങ്ങൾ അത് വേറെ പൈപ്പിലൂടെ വേറെ ഒരു ടാങ്കിലേക്ക് പോകണം. നഖവും മുടിയും രക്തവും പ്ലാസൻ്റയും മെനിസ്ട്രൽ വേസ്റ്റസും ഇതുപോലെയുള്ള 10 തരം വേസ്റ്റുകൾ അത് മണ്ണിൽ കുഴിച്ചിടണം. ഇങ്ങനെ വേസ്റ്റുകളെ വേറിട്ട് മാനേജ് ചെയ്യുന്ന രീതി അന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. പരിസ്ഥിതിയെ സംരക്ഷിക്കണം, ബയോഡൈവേഴ്സിറ്റി കാത്തുസൂക്ഷിക്കണം. ഇങ്ങനെയുള്ള സന്ദേശങ്ങളിലൂടെ
ഒരു സുന്ദരമായ ആരോഗ്യ ജീവിതത്തെ അവിടുന്ന് പഠിപ്പിച്ചു. ഇടയ്ക്കിടെ ചെരുപ്പിടാതെ മണ്ണിലൂടെ നടക്കും. ക്ഷീണം വന്നാൽ എന്തു ചെയ്യണം? സ്വഹാബത്ത് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, വേഗം നടക്കുക, അതിവേഗം നടക്കുക, എങ്കിൽ നിങ്ങളുടെ ക്ഷീണം മാറും. ക്ഷീണം വന്നാൽ കിടന്നുറങ്ങുകയല്ല വേണ്ടത് എന്നതായിരുന്നു നബി തങ്ങളുടെ അധ്യാപനം. രാത്രി സമയങ്ങളിലെ അർദ്ധരാത്രിക്കു ശേഷമുള്ള ആ ധ്യാനവും ചലനാത്മകമായ പ്രാർത്ഥനകളും മനുഷ്യന് നൽകുന്നത് വളരെ വലിയ ആവേശവും ഉന്മേഷവും ആണ്. അവൻ്റെ ബുദ്ധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രം പറയണം, ആരെയും ദുഃഖിപ്പിക്കരുത്. ചിലപ്പോഴൊക്കെ തമാശകൾ പറഞ്ഞ് മനസ്സിന് ആനന്ദം കൊടുക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ പെട്ടതാണ്. ഭാര്യമാരോടുള്ള സഹവാസം, അതുപോലെ കുഞ്ഞുങ്ങളോടും ഉള്ള ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ജീവിതം, വാർദ്ധക്യമുള്ളവരോടുള്ള ആദരവും ഒരു സാമൂഹിക ആരോഗ്യം നിലനിർത്തുന്നതിനാവശ്യമായ അതിവിശിഷ്ടമായ സന്ദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുള്ളത്. മരുന്നില്ലാത്ത ജീവിതമാണ് വേണ്ടത്. പതിവായി മരുന്ന് കൊടുക്കുന്ന രീതിയല്ല വേണ്ടത്. അത്യാവശ്യത്തിന് വയറിളക്കം, വയറ് സ്തംഭനം, ശ്വാസം മുട്ട്, പനി പോലുള്ള രോഗങ്ങൾക്കൊക്കെ ലളിതമായ ചികിത്സകൾ നിർദ്ദേശിച്ചു. കരിഞ്ജീരകം, തേന്, വെളുത്തുള്ളി, സനാമക്കി പോലുള്ള ചില വസ്തുക്കളുടെ ഉപയോഗം. വളരെ വിശിഷ്ടമായ കൊട്ടം എന്ന് പറയുന്ന ഹുസ്തുൽ ഹിന്ദിനെ വിധങ്ങൾ പ്രത്യേകമായി പഠിപ്പിച്ചു. ആരോഗ്യ പരിപാലനത്തിനു വേണ്ടി വർഷത്തിൽ 4 തവണയെങ്കിലും ഹിജാമ ചെയ്യുക. ഇടയ്ക്കിടെ ഹിജാമ ചെയ്യുന്നത് നബിതങ്ങൾ സുന്നത്തായി പഠിപ്പിച്ചു. ശരീരത്തിൽ നിന്ന് ദുർരക്തങ്ങൾ എടുത്തു കളയുകയും രക്തം കൂടുതൽ വളരാൻ കാരണമായി തീരുകയും ചെയ്യുന്നു ഹിജാമ എന്ന് ആധുനിക വൈദ്യം സമ്മതിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല്ലു തേക്കുക, മിസ്വാക്ക്, അതിനേറ്റവും ലളിതവും സുന്ദരവും സുഗന്ധപൂരിതവുമായ അറാക്ക് ഉപയോഗിക്കണം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും മരത്തിൻ്റെ പച്ചയായ കൊമ്പ് കൊണ്ട് മിസ്വാക്ക് ചെയ്യണം. ദിവസം 5, 8, 10 തവണ മിസ്വാക്ക് ചെയ്യാൻ സുന്നത്തായി പഠിപ്പിച്ചു. കിടന്നുറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും മരണശയ്യയിൽ പോലും മിസ്വാക്ക് ചെയ്യണം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അതുപോലെ ഏറ്റവും ചുരുങ്ങിയത് 5 നേരമെങ്കിലും മുഖവും കൈയും കാലും കഴുകുന്ന വുളു എന്ന് പറയുന്ന ഒരു തത്വത്തെ പഠിപ്പിച്ചു. വാ 3 പ്രാവശ്യം കുലുക്കിയൊഴിയണം. മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം. അതുപോലെ കൈകൾ മുട്ടുവരെയും കാല് നെരിയാണി വരെയും കഴുകണം. മുഖം, കണ്ണും ചെവിയും മൂക്കും എല്ലാം അടങ്ങുന്ന ആ ഒരു ഭാഗത്തെ കഴുകി വൃത്തിയാക്കണം. ചെവി തുടച്ചു വൃത്തിയാക്കണം. തലയിൽ ഒരല്പമെങ്കിലും വെള്ളം തൊട്ട് സ്പർശിക്കണം. അങ്ങനെയുള്ള വുളു എന്ന് പറയുന്ന ശുചീകരണ രീതി പഠിപ്പിച്ചു. അത് ബാത്തുലായി പോകുന്ന, ശരീരത്തിൽ നിന്ന് വിസർജ്യങ്ങൾ പുറത്തു പോകുന്ന, അതുപോലെയുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ വീണ്ടും ആവർത്തിച്ച് ശുദ്ധീകരിക്കണം. എപ്പോഴും ശുദ്ധിയായി നടക്കണം എന്നത് തിരുനബിതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ വലിയ അശുദ്ധികളുണ്ടാകുമ്പോൾ ശരീരം മുഴുവനും വെള്ളമൊഴിച്ച് കഴുകണം എന്ന് പഠിപ്പിച്ചു. കുളി നിർബന്ധമാക്കി. അതോടൊപ്പം തന്നെ ജനങ്ങളുടെ അടുത്തേക്ക് പോവുക, ജുമുഅ സംഗമത്തിന് പോവുക, മറ്റ് ആരാധനാകർമ്മവുമായി ബന്ധപ്പെട്ട പല സമയങ്ങളിലും, അതുപോലെ ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന വിശേഷ ദിവസങ്ങളിൽ ശരീരം മുഴുവനും വെള്ളമൊഴിച്ച് കഴുകുന്ന കുളി പുണ്യമായി പഠിപ്പിച്ചു. ആരോഗ്യം നിലനിർത്തുന്നതിന് മുടികളിൽ, തലയിലും, കൺപുരികങ്ങളിലും, ഇമയിലും, മീശയും താടിയും എല്ലാം എണ്ണയിടാൻ തങ്ങൾ പഠിപ്പിച്ചു. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും എണ്ണ തേക്കുക തങ്ങളുടെ പതിവായിരുന്നു. അത് പുണ്യമായി പഠിപ്പിച്ചു. യാത്രാവേളകളിലെല്ലാം കൂടെ കരുതിയിരുന്നത്, സ്വന്തം കയ്യിൽ ബാഗിൽ എപ്പോഴും കരുതിയിരുന്ന വസ്തുക്കൾ സുറുമയും അത്തറും മിസ്വാക്ക് അഥവാ പല്ലു തേക്കുന്ന മരക്കഷ്ണം, മരക്കൊള്ളിയും, അതുപോലെ 2 തരം ചീർപ്പും കണ്ണാടിയുമായിരുന്നു. ചീർപ്പ് വാർന്നു വെക്കണം. ഇടയ്ക്കിടെ താടി വാർന്നു വയ്ക്കും, തല വാരും. അതിനുവേണ്ടി കൂടുതൽ മുടിയുള്ളവർക്ക് വലിയ പല്ലുകളുള്ള ചീർപ്പും
അല്ലാത്ത ആവശ്യത്തിന് ചെറിയ പോലുള്ള ചീർപ്പും നബിതങ്ങളുടെ യാത്രാ സഞ്ചിയിൽ എപ്പോഴും ഉണ്ടാകുമായിരുന്നു. സൗന്ദര്യം ഭംഗിയായി സൂക്ഷിക്കുന്നതിന് ഒരു കണ്ണാടി എപ്പോഴും ആവശ്യമാണ്. അതും യാത്രയുടെ സഞ്ചിയിലുള്ള ഒരു ഘടകമായിരുന്നു. സുർമ കണ്ണിൻ്റെ ആരോഗ്യത്തിനു വേണ്ടിയാണ്. കണ്ണിൽ പനിനീർ വെള്ളം, ഇളനീർ കുഴമ്പ്, അതുപോലെ പല ഔഷധങ്ങൾ കൊണ്ടും കണ്ണിൽ സുർമയിടാം. ചെറുതേൻ കൊണ്ട് സുർമയിടാം. ഏറ്റവും നല്ല സുർമ അഞ്ജനം കൊണ്ടുണ്ടാക്കുന്നതാണ് എന്നും റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. സുഗന്ധം ഉപയോഗിക്കണം. തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധം മൈലാഞ്ചിപ്പൂവായിരുന്നു. മൈലാഞ്ചിപ്പൂവ്, കൈതപ്പൂവ്, അതുപോലെയുള്ള റോസാപ്പൂക്കൾ, യാസ്മിൻ പൂക്കൾ, ഇങ്ങനെയുള്ള പ്രകൃതിദത്തമായ സുഗന്ധങ്ങളാണ് തങ്ങൾ ഉപയോഗിച്ചിരുന്നത്. ചെറിയൊരു ഡപ്പിയിൽ തങ്ങൾ ഇത്തരം സുഗന്ധ വസ്തുക്കൾ ഇടുകയും അതിൽ എണ്ണയൊഴിച്ച് വെക്കുകയും ചെയ്യും. അതിളക്കിയിട്ട് പുരട്ടുന്ന രീതി തങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ആരോഗ്യത്തിനും മനസ്സിനും നല്ല സുഖകരമായൊരു ജീവിതം നയിക്കുന്നതിന് ഉദാത്തമായ മാതൃകയാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഇത് മുസ്ലിമിന് മാത്രമല്ല, എല്ലാവർക്കും പകർത്താവുന്ന വലിയ മാതൃകാപരമായ ഒരു കാര്യമാണ്. എല്ലാവർക്കും വേണ്ടിയും ലോകത്തിന് മുഴുവനും കാരുണ്യമായി അയക്കപ്പെട്ടിട്ടുള്ള തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതും അത് തന്നെയാണ്. ഈ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ, സൗഭാഗ്യമുണ്ടാകട്ടെ. മദ്രസയിൽ നിന്ന് പഠിപ്പിച്ചു കൊടുക്കും ആദാബുൽ ഖലായില് ഇടത്തെ കാലിന്റെ മുകളിൽ ചാരിയിരിക്കണം എന്ന്. വീട്ടിൽ ചെല്ലുമ്പോ ഈ പാത്രത്തിൽ മൂത്രമൊഴിക്കാനാ. അപ്പൊ കുട്ടികൾ വിചാരിക്കുന്നത് എന്ത് സുന്നത്താ പഠിപ്പിച്ചതെന്ന്. ഹെൽത്തി പീപ്പിളായി ജീവിക്കണമെങ്കിൽ ഹെൽത്തി ലിവിങ് വേണം. ആരോഗ്യമുണ്ടവനെ പോലെ ജീവിക്കണം. സൂക്കേടുകാർക്കുണ്ടാക്കിയ ടോയ്ലറ്റ് രോഗമില്ലാത്തവർ ഉപയോഗിച്ചാൽ അവരും രോഗികളായി മാറും. അപ്പൊ മസ്ജിദിൽ കസേര ഉപയോഗിക്കാൻ തുടങ്ങും. കസേര ഉപയോഗിക്കലൊക്കെ ഇന്നിപ്പോ വളരെ ഈസിയാ. ഓടി വന്നിട്ട് കസേറിന്റെ മുകളിൽ ഇരുന്നിട്ടാ നിസ്കരിക്കാം. കാരണം മൂപ്പര് ഗൾഫിൽ നിന്ന് വന്നതാണ്. അപ്പൊ കാര്യമായ ആളെ ഒരു കസേരൊന്നും ഇല്ലാതെ നിസ്കരിക്കാൻ പറ്റൂല. കസേരയിൽ നിസ്കരിക്കരുത്, നിലത്ത് നിസ്കരിക്കണം. നിലത്താണ് സുജൂദ് ചെയ്യേണ്ടത്. ഇതൊക്കെ വളരെ ഈസിയായിട്ട് എടുത്തിരിക്കുകയാ. ഈ പറയപ്പെട്ട ഹോസ്പിറ്റൽ ടോയ്ലറ്റ് ഉപയോഗിക്കുന്ന കാരണം കൊണ്ടാണ് മനുഷ്യന്റെ കാൽമുട്ട് കേടുവന്നു പോകുന്നത്. അതിരിക്കട്ടെ, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് ആ കൊടുത്ത സ്വീകരണത്തിൽ നിന്ന് വന്ന ഒരു അധ്യാപനം അതാണ്. അപ്പോ മസ്ജിദിന്റെ പരിസരത്തും ഇങ്ങനെ ടോയ്ലറ്റുകൾ സംവിധാനിച്ചിട്ടുള്ളത് മസ്ജിദിലേക്ക് വരുന്ന ആളുകൾ ഉള്ളും പുറവും ശുദ്ധിയാകണം. ശരീരത്തിൽ നിന്നുള്ള മാലിന്യങ്ങളൊക്കെ കളഞ്ഞ് പരമാവധി കളഞ്ഞിട്ട് വേണം. പിന്നെ കൈകാലുകളൊക്കെ കഴുകി വുളൂ ചെയ്ത് ശുദ്ധിയായിട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ മനസ്സും ശുദ്ധിയാകണം. എല്ലാ ചിന്തകളും ഒഴിവാക്കി വെച്ചിട്ട് വേണം മസ്ജിദിലേക്ക് കയറി വരാൻ. പുറത്ത് കയറുമ്പോ തന്നെ എല്ലാം ഒഴിവാക്കി വെച്ചു. കയറി വന്നാൽ പിന്നെ നിസ്കാരമാണ്. ആദ്യത്തെ 2 റക്അത്ത് നിസ്കരിക്കുമ്പോ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ഇങ്ങനെ പൊക്കിയിട്ട് നെഞ്ചിലേക്ക് അടുപ്പിക്കുമ്പോൾ നെഞ്ചിന്റെ താഴെ കൈവച്ച് ഹൃദയത്തോട് ചേർത്ത് വിരൽ വെക്കുമ്പോ എല്ലാറ്റിനെയും ഞാൻ പുറത്ത് കളഞ്ഞു. എല്ലാ പിശാചിനെയും, ചിന്തകളെയും, കച്ചവടവും എല്ലാ ചിന്തകളെയും കളഞ്ഞു, അള്ളാഹുവിനെ മാത്രം എന്റെ ഹൃദയത്തിൽ ആക്കി എന്നാണ് ഈ ഒരു ആംഗ്യത്തിന്റെ അർത്ഥം. അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞ് മനുഷ്യൻ പോകുമ്പോ അവന്റെ ശരീരവും മനസ്സും ശുദ്ധിയായിട്ടാണ് പോവുക. അങ്ങനെയുള്ളൊരു സംവിധാനം നാട്ടിൽ ഉണ്ടായിത്തീരാൻ മസ്ജിദ് കാരണമായി തീരണം. അതിന് മസ്ജിദിന്റെ ആദാബുകളും മസ്ജിദ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കേണ്ട നേട്ടങ്ങളെയും നമ്മൾ അറിയണം. അപ്പോ നാട്ടിലുള്ള ആളുകൾ ആരോഗ്യവാന്മാരായി തീരണമെങ്കിൽ മണ്ണിൽ നിന്നുള്ള വെള്ളം കുടിക്കണം. അപ്പൊ മഹല്ല് കമ്മിറ്റി, പഞ്ചായത്തിനെയോ MLA ഒക്കെ ഇടപെടിച്ചിട്ട് എവിടെയെങ്കിലും വെള്ളം സംഭരിക്കണം. നാട്ടിലുള്ള വെള്ളം ഒക്കെ കളയരുത്, കടലിലേക്ക് പോകരുത്. അല്ലെങ്കിൽ കിണറുകൾ കുഴിക്കാൻ പ്രോത്സാഹിപ്പിക്കണം, ബോർവെല്ല് കുഴിപ്പിക്കരുത്. പ്ലാസ്റ്റിക്കിന്റെ കുപ്പിയിലെ വെള്ളം, ചെറിയൊരു സൽക്കാരം വരുമ്പോഴേക്ക് പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം, ജീവനില്ലാത്ത ചത്ത വെള്ളം, അത് മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കരുത്.
വലിയ 1000 ആളൊക്കെ ഉണ്ടാകുന്ന സ്ഥലത്താവുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് വേണ്ടി വരും. അങ്ങനത്തെ സ്ഥലത്തല്ലാതെ ചത്തവെള്ളം കൊടുക്കരുത്. അതുപോലെ തന്നെ ചെറിയൊരു മുടി കളച്ചില്, ചെറിയ സൽക്കാരം ഉണ്ടാകുമ്പോഴേക്ക് ഡിസ്പോസിബിൾ പ്ലേറ്റുകൾ സ്ത്രീകൾ വാങ്ങരുത്. നല്ല പ്ലേറ്റിൽ കൊടുക്കണം, എന്നിട്ട് കഴുകണം. അത് കഴുകുമ്പോ സ്ത്രീകളുടെ പാപം പുറത്തു പോകും. സ്ത്രീകൾക്ക് മാത്രമല്ല, നമുക്കും കഴുകാം. ഇനിയിപ്പോ അത് അവരുടെ മാത്രം ഡ്യൂട്ടിയാണെന്ന് വിചാരിക്കണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ അടിച്ചുവാരുമായിരുന്നു, വെള്ളം കൊണ്ടുവരുമായിരുന്നു. ഇതൊക്കെ നമ്മളും ചെയ്യേണ്ടതാ. പാത്രം കഴുകിയാൽ പാത്രം നമുക്ക് പൊറുക്കലിന് തേടും. അപ്പൊ 100 ആളിൽ കുറഞ്ഞ പരിപാടി ഒന്നാണെങ്കിൽ നമ്മൾ പ്ലേറ്റ് ഡിസ്പോസിബിൾ യൂസ് ചെയ്യരുത്, ഡിസ്പോസിബിൾ ഗ്ലാസുകൾ യൂസ് ചെയ്യരുത്. അഥവാ യൂസ് ചെയ്താൽ അതൊക്കെ പെറുക്കി കൂട്ടിയിട്ട് വേണ്ട രൂപത്തിൽ ഡിസ്പോസ് ചെയ്യണം, നാട്ടിൽ വലിച്ചെറിയരുത്. അപ്പൊ ശുദ്ധമായ വെള്ളം നാട്ടുകാർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് അതും മസ്ജിദ് കമ്മിറ്റിയുടെ പ്രഥമ പരിഗണനയിൽ ഉണ്ടാകണം. ഈ നാട്ടിൽ ഷുഗർ രോഗികൾ ഉണ്ടാകരുത്, പ്രഷർ രോഗികൾ ഉണ്ടാകരുത്, തൈറോക്സിൻ കഴിക്കുന്ന തൈറോയിഡ് രോഗികൾ ഉണ്ടാകരുത്. അതുപോലെ തന്നെ യൂറിക് ആസിഡ്, ഇതൊക്കെ നാട്ടുകാരായ വയസ്സന്മാർക്ക് അറിയുന്ന പേരുകളാണ്. ഇതൊക്കെ സാധാരണക്കാരന്റെ രോഗങ്ങളായി മാറിക്കഴിഞ്ഞു. ഇതില്ലായ്മ ചെയ്യാൻ എന്തെല്ലാം കാര്യങ്ങൾ നാട്ടിൽ പാലിക്കണമെന്ന് എല്ലാം പറയുന്നതായിരിക്കണം കമ്മിറ്റി. പള്ളി നോക്കുക മാത്രം അല്ല. ഇവിടെ വിധവകൾ എത്രയുണ്ട്, അവർക്ക് ജീവിക്കാൻ വകയുണ്ടോ? ഇല്ലെങ്കിൽ നാട്ടുകാര് കൊടുക്കണം. അത് യതീം കുട്ടികളുണ്ടോ, അവരെ പരിപാലിക്കണം. അത് നാട്ടുകാർ തന്നെ ആ പൈസ കൊടുക്കണം. നാട്ടിലെ ഒരുപാട് ആളുകളുടെ കയ്യിൽ പൈസ ഉണ്ട്. ഈ നാട്ടിലുള്ള മൊത്തം കാശ് എടുത്താൽ നാട്ടുകാരുടെ എല്ലാ ആവശ്യവും നടക്കും, അല്ലേ? അപ്പൊ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. അതിന് കമ്മിറ്റി നേതൃത്വം കൊടുക്കണം. വിദ്യാഭ്യാസമുള്ള കുട്ടികൾ ആരാണ്, സ്കൂളിൽ പോകുന്നവരാരാണ്, പോകാത്തവരാരാണ് എന്ന് നോക്കണം. 5ാം ക്ലാസ് കഴിഞ്ഞാൽ ബാംഗ്ലൂരിലേക്ക്, 8ാം ക്ലാസ് കഴിഞ്ഞാൽ ബോംബെയിലേക്ക്, 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ദുബായിലേക്ക് എന്ന് പറയുന്ന കാസർകോട്ടുകാരനല്ല ഇപ്പോൾ. അന്ന് അങ്ങനെയായിരുന്നു. അന്ന് അവരൊക്കെ കഷ്ടപ്പെട്ട് ജീവിച്ചിട്ടാണ് നമുക്ക് ഇതെല്ലാം തിരിച്ചു തന്ന് ഇവിടെ വീടും കാടും കോളും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. ഗൾഫിൽ പോയ ആയയും ബോയിയും കുക്കും ഡ്രൈവറുമായി നിന്ന ABCDകളായ ആളുകൾ അവരുടെ മക്കളെ ഡോക്ടറും എഞ്ചിനീയറും ആക്കിയിട്ടുണ്ട്. അവർ വലിയ ധർമ്മമാണ് ചെയ്തത്. ഇനി അവരുടെ മക്കളെ സിവിൽ സർവന്റുകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണം. അതിനൊക്കെ കമ്മിറ്റി നാടിന്റെ സർവേ ചെയ്തുകൊണ്ട് നാടിനെ കുറിച്ച് പഠിച്ച് നാടിന്റെ ഓരോ കുട്ടിയെക്കുറിച്ചും മഹല്ല് സെക്രട്ടറിക്ക് അറിയണം. ഓരോ കുട്ടിയുടെ പേരും അറിയണം. അവൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഏത് കോളേജിലാണ് പഠിക്കുന്നത് എന്നറിയണം. കാരണം ഇന്ന് പല തെറ്റായ ചിന്താഗതികളും മയക്കുമരുന്നിന്റെ ഉപയോഗവും മദ്യപാനവും എന്തെല്ലാം പേക്കൂത്തുകളാണ് നാട്ടിൽ പരക്കുന്നത്. കലാലയങ്ങളിൽ നിന്നാണ് ഇതെല്ലാം കൂടുതൽ വരുന്നത്. ഇപ്പം മെഡിസിൻ പഠിക്കാൻ വേണ്ടി കുട്ടികള് റഷ്യയിലേക്കും ആസർബൈജാനിലേക്കും ഉക്രൈനിയയിലേക്കും ജോർജിയയിലേക്കും ചൈനയിലേക്കും പല നാടുകളിലേക്കും പോകുന്നുണ്ട്. എല്ലാ സ്ഥലത്തും പോയി പഠിക്കട്ടെ. പക്ഷേ എന്തു സംസ്കാരമാണ് ആ നാട്ടിൽ നിന്ന് ലഭിക്കുന്നത്, എന്തു ഭക്ഷണമാണ് അവിടെ കഴിക്കുന്നത്, ആരുടെ കൂടെയാണ് അവർ സഹവസിക്കുന്നത്, ഇതൊക്കെ നോക്കണം. രക്ഷിതാക്കന്മാര് കുട്ടികൾ അങ്ങ് പറഞ്ഞയച്ചാൽ മാത്രം പോരാ. യൂറോപ്യൻ രാജ്യങ്ങളിലെ കുട്ടികൾക്ക് ഹോസ്റ്റലുകളിൽ ആണിനും പെണ്ണിനും ഒരേ മുറിയാ കൊടുക്കുക. അവർക്കതൊന്നും പ്രശ്നമല്ല. ടോയ്ലറ്റിന് വെള്ളം ഉണ്ടാവില്ല, ടോയ്ലറ്റിന് വാതിലും ഉണ്ടാവില്ല. ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അവർക്കതൊക്കെ ഈസിയാ. അങ്ങനെയുള്ളൊരു സംസ്കാരമൊന്നും ഇവിടെ ഇല്ല. അപ്പോ എവിടെയാണ് പോകുന്നത് എന്ന് പരിശോധിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ, പക്ഷെ ഇപ്പറയുന്ന നാട്ടിലെല്ലാം മസ്ജിദുകളുണ്ട്, ഇമാമുമാരുണ്ട്, മുദരിസുമാരുണ്ട്. അവിടുത്തെ ആളുകളുമായി കണക്ട് ചെയ്തു കൊടുത്ത് ദീനിയായ ഒരു ബന്ധം അവരിൽ നിലനിർത്തണം. ചെറിയ കാര്യമല്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പകൽ സമയത്ത് മുഴുവനും കമ്മിറ്റിയുടെ ഓഫീസിൽ വന്നിരിക്കും, ഭരണകാര്യങ്ങൾ നിയന്ത്രിക്കും, 5 വഖ്ത് ജമാഅത്തിന് നേതൃത്വം കൊടുക്കും. രാത്രി ഇശാ കഴിഞ്ഞാൽ എല്ലാവരും കിടന്നുറങ്ങുന്ന സമയം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാട് മുഴുവനും ചുറ്റി നടക്കുകയാണ്.
എന്തിനാണ് ചുറ്റി നടക്കുന്നത്? അവിടുന്ന് പറഞ്ഞു, യൂഫ്രട്ടീസിന്റെ തീരത്ത് ഒരാട് ചത്തുകിടന്നാൽ എന്നോട് ചോദിക്കും റബ്ബ്. ടൈഗ്രീസിന്റെ പാലം കടക്കുമ്പോൾ ഒരൊട്ടകത്തിന്റെ കാല് കുടുങ്ങിപ്പോയാൽ എന്നോട് ചോദിക്കും എന്റെ റബ്ബ്. അതുകൊണ്ട് ഞാൻ ഈ നാടിന്റെ ഭരണാധികാരിയായതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഒരു രാത്രിയിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ദൂരെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വിളക്ക് കത്തുന്നുണ്ട്. രാത്രിയായാൽ വിളക്ക് കത്തിക്കാൻ പാടില്ല. ഉറങ്ങുമ്പോ എല്ലാവരും വിളക്ക് ഓഫാക്കണം. വലിയ വലിയ ബീം ലൈറ്റുകൾ വീട്ടിന്റെ മുന്നിൽ കത്തിച്ചിടരുത്. നമ്മുടെ വീട്ടിന്റെ മുകളിൽ വലിയ ലൈറ്റ് കത്തിച്ചിടരുത്. കാരണം അടുത്ത വീട്ടുകാരന്റെ ഉറക്കം കെടുത്തും. വീടുകളിന്റെ ഉള്ളിലേക്ക് ലൈറ്റ് വന്നാൽ അവന് മാനസിക രോഗമുണ്ടാകും കുറെ ദിവസം കഴിയുമ്പോ. അതുകൊണ്ടാണ് നമ്മുടെ നാടുകളിൽ മാനസിക രോഗം വർദ്ധിക്കുന്നത്. എല്ലാ ലൈറ്റും കടത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉറങ്ങുന്ന സമയത്ത് അത്ഫിഉ സുറുജക്കും, വിളക്കുകളെല്ലാം ഓഫാക്കണം. 11 മണിയുടെയും 2 മണിയുടെയും ഇടയിലുള്ള സമയത്ത് നല്ല കൂരിരുട്ടിൽ മനുഷ്യൻ ഉറങ്ങണമെന്ന. അല്ലാതിരുന്നാൽ അവന്റെ നെറ്റിത്തടത്തിലുള്ള ഗ്ലാൻഡുകൾ വർക്ക് ചെയ്യുകയും അത് ക്യാൻസറിനും മറ്റു പല രോഗങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്യും. അപ്പൊ റാത്തിബിന്റെയും മൗലിദിന്റെയും നബിദിനത്തിന്റെ ഒക്കെ പേര് പറഞ്ഞിട്ട് മാലകൾ തൂക്കിയാലൊക്കെ 10 മണിയാകുമ്പോ ഓഫാക്കുക. പിന്നെ രാവിലെ 5 മണിക്ക് കത്തിച്ചോളൂ. അപ്പൊ വലിയ പൈസക്കാരന്റെ വീട്ടിലാണെങ്കിൽ പുറത്തേക്ക് ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടുകാരന്റെ റൂമിന്റെ ഉള്ളിലേക്ക് അതെത്തും. അവന് ഉറക്കം കിട്ടൂല. അവന്റെ ലൈറ്റ് ഇങ്ങോട്ടും എത്തും. ലൈറ്റുകൾ ഓഫാക്കിയിട്ട് കിടന്നുറങ്ങണം. അതുകൊണ്ടാണ് ദൂരെ വീട്ടിൽ വിളക്ക് കത്തുന്നത് കണ്ടപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടുത്തെ വീട്ടിന്റെ മുറ്റത്ത് ഒരടുപ്പത്ത് ചെമ്പ് വെച്ച് ഒരു ഉമ്മ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് ചെറിയ കുഞ്ഞുങ്ങളുണ്ട്, ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണിത്? അത് കുട്ടികൾ കരഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെള്ളം വെച്ചിളക്കുകയാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അവരങ്ങ് ഉറങ്ങിപ്പോകും. വിശന്നിട്ട് കരയുകയാ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബേജാറായിപ്പോയി. എന്റെ മഹല്ലത്തിലാണല്ലോ, ഞാൻ പ്രസിഡന്റായ മഹല്ലത്തിലാണല്ലോ ഈ നടക്കുന്നത്. എന്റെ ഭരണകൂടമുള്ള ഈ രാജ്യത്താണല്ലോ നടക്കുന്നത്. ഉടനെ തന്നെ FCI ഗോഡൌണിലേക്ക് പോയിട്ട് അവിടുന്ന് ആട്ടയെടുത്ത് ഒരു സഞ്ചിയിൽ ആട്ടയെടുക്കുന്നു, ഒരു ടിന്നിൽ എണ്ണ എടുക്കുന്നു. എന്നിട്ട് ആട്ടപ്പൊടി തലയിൽ വെച്ച് കയ്യിൽ എണ്ണയുടെ ടിന്നുമായി പോവുകയാ. തൽഹ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് പോകുന്നു. തൽഹ പറയുന്നു, ഞാൻ പിടിച്ചോളാം അമീറെ, അമീറുൽ മുഅ്മിനീൻ, ഞാൻ എടുത്തോളാം. അപ്പൊ അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ ചോദിക്കുന്നു, അതഹ്മിലു അന്നി വിസ്രി യൗമൽ ഖിയാമ, ദുനിയാവിൽ എന്റെ ചുമട് നീ ഒരു പക്ഷെ എടുക്കും, നാളെ ആഖിറത്ത് ചെല്ലുമ്പോ എന്റെ ഉത്തരവാദിത്വം നീ എടുക്കാൻ തയ്യാറാകുമോ? അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കാം. തലയിൽ വെച്ച് ആ വീട്ടിൽ ചെന്ന് വീട്ടിൽ നിന്ന് പാത്രവും പലകയും വാങ്ങി മാവ് കുഴച്ച് പത്തിരി ഉണ്ടാക്കി അടുപ്പിൽ തീ കത്തിച്ച് ഊതിയിട്ട് അമീറുൽ മുഅ്മിനീൻ ആ മക്കൾക്ക് അപ്പമുണ്ടാക്കി കൊടുക്കുകയാണ്. وقد تخلل في أثناء لحيته منها الدخان وفوه غاب فيها. അടുപ്പിൽ നിന്ന് പുക വന്നിട്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ താടിരോമങ്ങൾക്കുള്ളിലൂടെ കയറിയിട്ട് ആ മുഖം മുഴുവനും പുകയിൽ മൂടിപ്പോയി. അങ്ങനെയാണ് ഒരു കമ്മിറ്റിയുടെ ബാധ്യത എന്ന് പറയുന്നത്. ഒരു നാട്ടിൽ എവിടെയെങ്കിലും ഒരാൾ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അത് കമ്മിറ്റി അറിയുകയും നാട്ടിലുള്ള പണക്കാരോട് വാങ്ങിയിട്ട് അവർക്കത് കൊടുക്കുകയും വേണം. വിവാഹപ്രായമെത്തിയ കുട്ടികളുണ്ടെങ്കിൽ അവരെ കല്യാണം നടന്നിരിക്കണം. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തണം. എന്നിട്ടും നടക്കുന്നില്ലെങ്കിൽ നമുക്ക് കുറ്റം ഇല്ല. നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് ഒരു കുട്ടിയും കല്യാണം കഴിക്കാതെ പോകരുത്. ഒരാളും പട്ടിണി കിടക്കരുത്. ഒരാൾക്കും വിദ്യാഭ്യാസം കിട്ടാതെയായി പോകരുത്. നിസ്കരിക്കാത്ത ഒരാളും ഉണ്ടാകാൻ പാടില്ല. നോമ്പ് നോൽക്കാത്ത മനുഷ്യരുണ്ടാകാൻ പാടില്ല. ഹജ്ജ് ചെയ്യാത്തവനുണ്ടോ എന്ന് നോക്കണം.
സാമ്പത്തികമായി സ്വന്തം കഴിവില്ലെങ്കിൽ ഹജ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിലും നാട്ടുകാര് ധാരാളം പണക്കാരുണ്ടെങ്കിൽ ഇല്ലാത്ത ആളുകൾക്ക് ചെറിയ നിലക്കെല്ലാം സഹായിച്ചിട്ട് സാധിക്കുമെങ്കിൽ ഹജ്ജിന് പറഞ്ഞേക്കൽ നിർബന്ധം ഒന്നുമല്ല. പക്ഷേ കഴിയുമെങ്കിൽ മുഅ്മിനീങ്ങളുടെ ആഗ്രഹമല്ലേ, അതിനും സഹായിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു സമ്പൂർണമായ മുഅ്മിനായി ജീവിക്കാൻ ആവശ്യമായ അവന്റെ മതപരമായി, സാമൂഹികമായി, കാർഷികവും സാമ്പത്തികവും എല്ലാ കാര്യങ്ങളിലും അവബോധമുണ്ടാക്കുകയും അവർക്കിടയിൽ നല്ല ചിന്തയുണ്ടാക്കുകയും ചെയ്യണം.